ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം തൃതീയോധ്യായഃ. മൂന്നാമത്തെ അധ്യായത്തിൽ ഗജേന്ദ്രനാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ ശ്രീഹരി ഗജേന്ദ്രന്റെ അടുത്ത് വന്ന് ആ മുതലയുടെ വായിൽ നിന്ന് അവനെയും അതേസമയം തന്നെ ദേവലമുനിയുടെ ശാപത്തിൽ നിന്ന് ആ മുതലയെയും സമുദ്ധരിച്ച വൃത്താന്തമാണ് പറയുന്നത്. ശ്രീശുക ഉവാച. ഒന്നാമത്തെ ശ്ലോകം. ഏവം വ്യവസിതോ ബുദ്ധ്യാ സമാധായ മനോഹൃതി ജജാപ പരമം ജാപ്യം പ്രാഗ് ജന്മനി അനുശിക്ഷിതം. ഇപ്രകാരം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ എവിടെ വെച്ചാണോ നിർത്തിയത് അതുപോലെ ബുദ്ധ്യ ഉള്ളിൽ ആത്മബോധമുറച്ചു താൻ ആശ്രയിക്കേണ്ടത് ഭഗവാനെ മാത്രമാണ് എന്ന ആ വ്യവസിത നിശ്ചയിച്ചുറപ്പിച്ച ഗജേന്ദ്രൻ മനഃ മനസ്സിനെ ഹൃദി സമാധായ ഹൃദയത്തിൽ ഏകാഗ്രമാക്കി നിർത്തി പ്രാഗ് ജന്മനി അനുശിക്ഷിതം തൻ്റെ പൂർവജന്മത്തിൽ നിരന്തരം അഭ്യസിക്കപ്പെട്ടിരുന്ന പരമം ജാപ്യം ജജാപ അതിവിശിഷ്ടമായ സ്തോത്രമന്ത്രത്തെ ജപിച്ചു. ഗജേന്ദ്ര സ്തുതിയാണ് ഇനി. ഗജേന്ദ്ര ഉവാച. രണ്ടാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ഛിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹി. യതഃ യാതൊരുവനിൽ നിന്ന്, ഏതത് ഈ ഒരു ദേഹം ഇന്ദ്രിയം തുടങ്ങിയ ഇതിൻ്റെ ഒരു സംഘാതം, ചിദാത്മകം ചൈതന്യവത്താകുന്നുവോ, പുരുഷായ ആരാണോ പുരത്തിലേക്ക് പ്രവേശിക്കുന്നത്, ശരീരമാകുന്ന പുരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ആദിബീജായ പ്രകൃതി പുരുഷ സ്വരൂപമായി വർത്തിക്കുന്നവനും പരേശായ സർവോപരി സ്വതന്ത്രനും ഭഗവതേ തസ്മൈ സർവൈശ്വര്യ സമ്പൂർണനുമായ ആ പ്രണവസ്വരൂപന് നമഃ അഭിധീമഹി നമസ്കാരത്തെ എൻ്റെ ധ്യാനത്താൽ സമർപ്പിക്കുന്നു. എനിക്കിവിടെ ശരീരം കൊണ്ട് നമസ്കരിക്കാൻ സാധിക്കില്ല, കാരണം എന്നെ മുതല പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്നാണ് ഇവിടെ ഗജേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകം. യസ്മിൻ ഇദം യതഃ ച ഇദം യേന ഇദം ച ഇദം സ്വയം യോ അസ്മാത് പരസ്മാത് ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. ഇദം ഈ വിശ്വം, യസ്മിൻ യാതൊരു അധിഷ്ഠാനത്തിലാണോ സ്ഥിതി ചെയ്യുന്നത്, ഇദം യതഃ ച ഈ വിശ്വം യാതൊരുവനിൽ നിന്നാണോ ഉണ്ടായത്, ഇദം യേന ഈ വിശ്വം യാതൊരുവനാൽ ആണോ ഉണ്ടാക്കപ്പെട്ടത്, ഇദം സ്വയം ച ഇനി എല്ലാറ്റിനുമപ്പുറം ഈ വിശ്വം എന്നത് യാതൊരുവൻ തന്നെയാകുന്നുവോ, യഹ യാതൊരുവനാണോ അസ്മാത് പരസ്മാത് ച ഈ സ്ഥൂലമായ കാര്യപ്രപഞ്ചത്തിൽ നിന്നും സൂക്ഷ്മമായ കാരണസത്തയിൽ നിന്നും പരഹ അതീതനായി വർത്തിക്കുന്നത്, തം സ്വയംഭുവം അങ്ങനെയുള്ള സ്വയം സംസിദ്ധനായ ആ വിശ്വകാരണാത്മാവിനെ ഞാനിതാ പ്രപദ്യേ ശരണം പ്രാപിക്കുന്നു. നാലാമത്തെ ശ്ലോകം. യഹ സ്വാത്മനി ഇദം നിജമായയാ അർപ്പിതം ക്വചിത് വിഭാതം ക്വച തത്തിരോഹിതം അവിദ്ധദൃക് സാക്ഷി ഉഭയം തദീക്ഷതേ സ ആത്മമൂലഃ അവതു മാം പരാത്പരഃ. യഹ യാതൊരുവൻ സ്വാത്മനി തൻ്റെ സ്വരൂപത്തിൽ നിജമായയ തൻ്റെ മായാവൈഭവത്താൽ അർപ്പിതം ഏർപ്പെടുത്തപ്പെട്ട
ക്വചിത് ചില കാലത്ത്, അതായത് സൃഷ്ടികാലങ്ങളിൽ വിഭാതം വ്യക്തീഭവിച്ചിവിടെ പ്രപഞ്ചമായിട്ടിരിക്കുന്നു. ക്വച മറ്റ് ചിലപ്പോൾ തിരോഹിതം മൂലപ്രകൃതിയിൽ വിലയിച്ച് മറഞ്ഞിരിക്കുന്നതുമായ തത് ഇതം ഈ ഒരു വിശ്വത്തെ, അതും ഭഗവാൻ തന്നെയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള ആ വിശ്വത്തെ അവിദ്ധദൃക് കോട്ടം തട്ടാത്ത നോട്ടത്തോടുകൂടിയ സാക്ഷിയായി വർത്തിച്ച് തത് ഉഭയം അവ രണ്ടിനെയും ഈക്ഷതേ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവോ. വ്യക്തവും അവ്യക്തവുമായ വിശ്വത്തെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവോ. ഇങ്ങനെയുള്ള ആ ഭഗവാന് താൻ തന്നെയാണ് കാരണം. ആത്മമൂലഃ, അങ്ങനെ പരാത്പരഃ, നമ്മുടെ ചക്ഷുസ്സുകൊണ്ട് ഇവിടെ എന്തൊക്കെ കാണാമോ അതിനേക്കാളേറെ പരാത്പരഃ ശ്രേഷ്ഠനുമായ സഹമാം അവതു, ആ സർവേശ്വരൻ എന്നെ രക്ഷിക്കട്ടെ. 5-6 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. കാലേന പഞ്ചത്വം ഇതേഷു കൃഷ്ണശോ ലോകേഷു പാലേഷു ച സർവഹേതുഷു തമഃ തദാസീത് ഗഹനം ഗഭീരം യഹ തസ്യ പാരേ അഭിവിരാജത്തെ വിഭുഃ. 6 നയസ്യ ദേവാ ഋഷയഃ പദം വിദുഃ ജന്തുഃ പുനഃ കോർഹതി ഗന്തും ഈരിതം യഥാ നടസ്യ ആകൃതിഭിഃ വിചേഷ്ടതോ ദുരത്യയ അനുക്രമണഃ സ മാ അവതു. ലോകേഷു പാലേഷു ലോകങ്ങളും ലോകപാലകന്മാരും സർവഹേതുഷു ച സമസ്ത ലോക കാരണങ്ങളും കാലേന കാലശക്തിയാൽ കൃഷ്ണശഃ തികച്ചും പഞ്ചത്വം ഇതേഷു വിനാശത്തെ പ്രാപിച്ചിരിക്കെ തഥാ ആ കാലത്ത് ഗഹനം ഗഭീരം തമഃ ആ സമയം, അതായത് ഇവിടെ എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് അഗാധവുമായ നിബിഡവും അഗാധവുമായ അന്ധകാരം ആസീത്, അങ്ങനെയായിരുന്നു. ഇതൊക്കെ ഭാഗവതത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ നാശത്തിനും അപ്പുറം നശിക്കാതെ തസ്യ പാരേ വിഭുഃ അതിനും അപ്പുറത്തായി സർവശക്തനായ യഹ അഭിവിരാജതേ യാതൊരുവൻ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് അങ്ങനെ വിരാജിക്കുന്നുവോ. യസ്യ പദം യാതൊരുവന്റെ യഥാർത്ഥ സ്വരൂപം ദേവാഹ ഋഷയഃ ന വിദുഃ ദേവന്മാരും ഋഷിമാരും പോലും അറിയുന്നില്ലയോ. പിന്നെ എങ്ങനെയാണ് സാധാരണ ഒരു ജന്തുവായിട്ടുള്ള ഞാൻ അറിയുന്നത് എന്നുകൂടെ അവിടെ സൂചിപ്പിക്കുകയാണ്. പുനഃ കഹ ജന്തുഃ ഗന്തും ഈരിതും അർഹതി, പിന്നെ എങ്ങനെയാണ് എന്നെ പോലെയുള്ള സാധാരണ ജന്തുക്കൾ അങ്ങയെ അറിയുന്നത്. അങ്ങ് ആകൃതിഭിഹി വേഷഭേദങ്ങളോടെ വിചേഷ്ടതഃ വിവിധ രീതിയിൽ അഭിനയിക്കുന്ന നടനെപ്പോലെ നടസ്യ യഥാ യഹ യാതൊരുവനാണോ ദുരത്യയ അനുക്രമണഃ സാധാരണക്കാർക്ക് അറിയാനാവാത്ത ചരിതത്തോടു കൂടിയവനായിരിക്കുന്നത് സഹമാ അവതു ആ ഭഗവാൻ എന്നെ കാത്തുകൊള്ളട്ടെ. 7-ാമത്തെ ശ്ലോകം. ദിദൃക്ഷവോ യസ്യ പദം സുമംഗലം വിമുക്തസംഗാമുനയ സുസാധവഃ ചരന്തി അലോകവ്രതം അവ്രണം വനേ ഭൂതാത്മഭൂതാഃ സുഹൃദഃ സമേ ഗതിഃ. യസ്യ സുമംഗളം പദം യാതൊരുവന്റെ പരമമംഗളമായ സ്വരൂപത്തെ ദിദൃക്ഷവഃ സാക്ഷാത്തായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സുസാധവഃ മഹാത്മാക്കൾ അവർ എങ്ങനെയുള്ളവരായിരിക്കണം. വിമുക്ത സംഗാഹ വിഷയാസക്തി വിട്ടവരും ഭൂതാത്മഭൂതാഹ എല്ലാ ഭൂതങ്ങളും താൻ തന്നെയാണ് എന്ന രീതിയിൽ എല്ലാറ്റിനോടും സമഭാവനയുള്ളവരും സുഹൃദഃ എല്ലാവരുടെയും സുഹൃത്തായിട്ട് സമാനം ഹൃദയം ഉള്ള അങ്ങനെയുള്ളവരായിട്ട് ആ ചൈതന്യത്തെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് മുനയഃ. അങ്ങനെ മനനശീലന്മാരുമായി ഭവിച്ച് വനേ തപോവനത്തിൽ അവ്രണം അഖണ്ഡമായ അലോകവ്രതം ബ്രഹ്മചര്യം മുതലായ അലൗകികമായ വ്രതത്തെ ചരന്തി ആചരിക്കുന്നുവോ സഹമേ ഗതിഃ ആ ഭഗവാൻ എനിക്ക് ആശ്രയമായി ഭവിക്കട്ടെ.
എട്ടാമത്തെ ശ്ലോകം. ന വിദ്യതേ യസ്യ ച ജന്മ കർമ്മ വ ന നാമരൂപേ ഗുണദോഷ ഏവ വ തഥാപി ലോക അപ്യയ സംഭവായ യഃ സ്വമായയാ താനി അനുകാലം ഋച്ഛതി. തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപായ ഉരുരൂപായ നമ ആശ്ചര്യകർമ്മണേ. യസ്യ യാതൊരുവന് ശരിക്കും ജന്മ കർമ്മവ ന വിദ്യതേ, ജന്മമോ കർമ്മമോ ഇല്ലയോ, നാമരൂപേ നാമരൂപങ്ങളോ ഗുണദോഷ ഏവ വാ ന ഗുണദോഷങ്ങളോ ഇല്ലയോ, തഥാപി എങ്കിലും ചില സമയങ്ങളിൽ, അതായത് അധർമ്മത്തിന് ഉയർച്ച സംഭവിക്കുമ്പോൾ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, യാതൊരു ഭഗവാനാണോ ലോക അപ്യയ സംഭവായ ലോകങ്ങളുടെ സംഹാരത്തിനും സൃഷ്ടിക്കും വേണ്ടി താനേ ഈ ജന്മാദികളെ സ്വമായയാ തൻ്റെ മായ കൊണ്ട് അനുകാലം കാലാനുസൃതം ഋച്ഛതി സ്വീകരിക്കുന്നത്, തസ്മൈ നമഃ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ബ്രഹ്മണേ നിർവികാരാത്മാവും അരൂപായ നിരാകാരനും അനന്തശക്തയെ അറ്റമില്ലാത്ത മായാബലത്തോടു കൂടിയവനും ഉരുരൂപായ നാനാവിധത്തിലുള്ള ആകാരം ധരിച്ചവനും ആശ്ചര്യകർമ്മണേ അദ്ഭുതാവഹങ്ങളായ കർമ്മങ്ങളോടുകൂടിയവനും ആയിട്ടുള്ള പരേശായ ആ പരമേശ്വരനായിക്കൊണ്ട് നമഃ നമോവാകം. പത്താമത്തെ ശ്ലോകം. നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനസഃ ചേതസാം അപി. ആത്മപ്രദീപായ തൻ്റെ പ്രകാശം കൊണ്ട് താൻ തന്നെ പ്രകാശിക്കുന്ന, അങ്ങനെയുള്ള എല്ലാറ്റിനും സാക്ഷിണേ സാക്ഷിയായിരിക്കുന്ന പരമാത്മനെ പരമാത്മസ്വരൂപനായ ഗിരാം മനസഃ ച ചേതസാം അപി സാധാരണക്കാരൻ്റെ വാക്കുകൾക്കും മനസ്സിനും മറ്റുള്ള ചിത്തവൃത്തികൾക്കും വിദൂരായ എത്താത്ത ഏതോ ഒരു ദിക്കിലെന്നതുപോലെ നിലകൊള്ളുന്ന ആ സർവേശ്വരന് നമോ നമഃ നമസ്കാരം. ഇങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് നൈഷ്കർമ്മ്യ കർമ്മം കൊണ്ട് അറിയാൻ സാധിക്കും. 11ാമത്തെ ശ്ലോകം. സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മ്യേണ വിപശ്ചിത നമ കൈവല്യനാഥായ നിർവാണ സുഖ സംവിദേ. വിപശ്ചിത നിപുണതയുള്ള വിവേകിയാൽ സത്വേന വിശുദ്ധമായ നൈഷ്കർമ്മ്യേണ സന്യാസയോഗത്തിലൂടെ പ്രതിലഭ്യായ പ്രത്യഗാത്മസ്വരൂപേണ ലഭിക്കപ്പെടാവുന്നവനായും നിർവാണ സുഖ സംവിദേ കൈവല്യനാഥായ മോക്ഷാനന്ദ അനുഭൂതിയുടെ സ്വരൂപമായും മോക്ഷപ്രദായകനായും ഇരിക്കുന്ന ആ മഹാപ്രഭുവിന് നമഃ നമോവാകം. 12. നമഃ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച. ശാന്തായ ശാന്തരൂപനായി, എന്നാൽ ഘോരായ ഉഗ്രരൂപനായി, മൂഢായ തിരോഹിതരൂപനായും ഭവിച്ച്, ഗുണധർമ്മിണേ ത്രിഗുണാതീതനാണെങ്കിലും ഈ സത്വാദി ഗുണത്രയത്തിന്റെ ധർമ്മങ്ങളെ അനുകരിച്ചുകൊണ്ട് ജന്മം സ്വീകരിച്ചൊക്കെ വരുന്ന അങ്ങേക്ക് നമഃ നമസ്കാരം. നിർവിശേഷായ ഭേദരഹിതനായും സാമ്യായ സമത്വ അധിഷ്ഠിതനും ആയിരിക്കുന്ന ജ്ഞാനഘനായ ചൈതന്യമാത്ര സ്വരൂപനായിട്ട് ച നമഃ നമസ്കാരം. 13. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവ അധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമഃ. ക്ഷേത്രജ്ഞനായിട്ട് നമ്മുടെയൊക്കെ ക്ഷേത്രമാകുന്ന ശരീരത്തിലിരിക്കുന്ന സർവാധ്യക്ഷായ സർവനിയന്താവും സാക്ഷിണെ സർവസാക്ഷിയായും ഇരിക്കുന്ന തുഭ്യം അങ്ങേക്ക് നമഃ നമസ്കാരം. ആത്മമൂലായ ജീവാത്മാക്കൾക്ക് കാരണഭൂതനായും മൂലപ്രകൃതയെ മൂലപ്രകൃതിയുടെ ഉത്പത്തിക്ക് പോലും മൂലകാരണമായിരിക്കുന്ന ആ പുരുഷായ പരമപുരുഷന് നമഃ നമസ്കാരം. 14ാമത്തെ ശ്ലോകം. സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ സർവപ്രത്യയ ഹേതവേ അസതാ ഛായയാ ഉക്തായ സദാഭാസായ തേ നമഃ. സർവ ഇന്ദ്രിയ ഗുണദ്രഷ്ടേ
എല്ലാ ഇന്ദ്രിയാർത്ഥങ്ങളുടെയും ദ്രഷ്ടാവായിരിക്കുന്നവനും സർവപ്രത്യയ ഹേതവേ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം വഴിക്ക് എന്നാൽ പ്രതീതി വിഷയമായി തീർന്നിരിക്കുന്നവനും അസത മിഥ്യാപ്രപഞ്ചമാകുന്ന ഛായയ നിഴലാട്ടത്താൽ ഉക്തായ ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നവനും സദാഭാസായ സദ്രൂപത്താൽ എങ്ങും പ്രകാശിക്കുന്നവനുമായ തേ നമഃ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. 15-ാമത്തെ ശ്ലോകം. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമ ആംനായ മഹാർണവായ നമോ അപവർഗായ പരായണായ. അഖിലകാരണായ എല്ലാറ്റിനും മൂലകാരണമായിരിക്കുന്ന, നിഷ്കാരണായ അതേസമയം ഭഗവാന് ഒരു കാരണമില്ല, ഇങ്ങനെ സ്വയം കാരണമില്ലാത്ത, അദ്ഭുതകാരണായ ഇവിടെ എല്ലാറ്റിനും കാരണമാകുന്ന ഭഗവാന് ഒരു വികാരവും മാറ്റവുമില്ല എന്നത് അദ്ഭുതമാണ്. ഇങ്ങനെ അദ്ഭുതാവഹമായ കാരണസ്വരൂപനായിരിക്കുന്ന തേ നമോ നമഃ അങ്ങേക്ക് നമസ്കാരം. സർവ ആഗമ ആംനായ മഹാർണവായ സമസ്ത വേദശാസ്ത്രങ്ങളുടെയും മഹാസമുദ്രമായിട്ടുള്ളവനും അപവർഗായ മോക്ഷസ്വരൂപനായും പരായണായ എല്ലാവർക്കും ഒരു ആശ്രയസ്ഥാനമായും ഇരിക്കുന്ന ഭഗവാന് നമഃ. 16-ാമത്തെ ശ്ലോകം. ഗുണ അരണിച്ഛന്ന ചിത് ഊഷ്മപായ തക്ഷോഭ വിസ്ഫൂർജിത മാനസായ നൈഷ്കർമ്മ്യഭാവേന വിനിർജിത ആഗമ സ്വയം പ്രകാശായ നമസ്കരോമി. ഗുണങ്ങളാകുന്ന അരണി കടഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് സ്വയമേവ പ്രകാശിക്കുന്ന ചിത്താകുന്ന സ്വരൂപം, ആ ചിത് സ്വരൂപമാകുന്ന അഗ്നിയോടുകൂടിയവൻ, അതാണ് ഗുണ അരണിച്ഛന്ന ചിത് ഊഷ്മപായ. ഇനി ഈ ഒരു ത്രിഗുണങ്ങൾക്ക് വിക്ഷോഭം സംഭവിക്കുമ്പോൾ സൃഷ്ടി ചെയ്യാൻ ഉദ്യമിച്ചുകൊണ്ടുള്ള മനസ്സങ്കല്പത്തോടു കൂടിയവൻ, അതാണ് തത് ക്ഷോഭ വിസ്ഫൂർജിത മാനസായ. ഇനി എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ അറിയാൻ സാധിക്കുക? നൈഷ്കർമ്മ്യഭാവേന, നമ്മൾ ഞാനിത് ചെയ്യുന്നു എന്ന ആ ഭാവത്തെ ഇല്ലാതാക്കുക, അതാണ് കർമ്മസന്യാസം. ആ ഒരു ആത്മഭാവനയാൽ വൈദികമായിട്ട് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, കർമ്മഫലങ്ങൾ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് വിനിർജിത ആഗമ സ്വയം പ്രകാശായ, അങ്ങനെ തള്ളിക്കളയുമ്പോൾ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മജ്യോതിസായിരിക്കുന്ന അങ്ങയെ നമസ്കരോമി നമസ്കരിക്കുന്നു. 17-ാമത്തെ ശ്ലോകം. മാതൃക് പ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമഃ അലയായ സ്വാംശേന സർവതനുഭൃത് മനസി പ്രതീത പ്രത്യഗ്ദൃശേ ഭഗവതേ ബൃഹതേ നമസ്തേ. മാതൃക് എന്നെപ്പോലെയുള്ള, ഗജേന്ദ്രൻ സ്വയം പറയുകയാണ്, എന്നെപ്പോലെ മറ്റൊരു ശരണമില്ല എന്ന് കണ്ടിട്ട് അങ്ങയെ പ്രപന്നം ശരണാഗതി പ്രാപിച്ച പശു അജ്ഞന്മാരായിട്ടുള്ള ഞങ്ങളെ ഞങ്ങളുടെ പാശത്തിൽ നിന്ന്, അവിദ്യയാകുന്ന ആ കയറിൽ നിന്ന് വിമോക്ഷണായ മോചിപ്പിക്കുന്നവനും, കാരണം അങ്ങ് സ്വയമേവ മുക്തനാണ്. സ്വയം മുക്തരായ ഒരാൾക്കേ മറ്റൊരാളെ മോചിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മുക്തായ നിത്യമുക്തനും ഭൂരികരുണായ അളവറ്റ കാരുണ്യത്തോടുകൂടിയവനും അലയായ അലസതയില്ലാത്തവനും സ്വാംശേന തൻ്റെ തന്നെ അംശം കൊണ്ട് സർവതനുഭൃത് മനസ്സി എല്ലാവരുടെയും ശരീരത്തിൽ ആത്മസ്വരൂപത്തിൽ പ്രതീത പ്രത്യഗ്ദൃശേ ഭഗവതേ ബൃഹതേ തേ നമഃ. ഇങ്ങനെ ഇരിക്കുന്ന സകല ഐശ്വര്യപൂർണനായ ഭഗവാന് നമസ്കാരം. ഇനി ആർക്കാണ് ഭഗവാനെ ലഭിക്കുക, ആർക്ക് ലഭിക്കില്ല എന്ന് പറയുന്നു. 18-ാമത്തെ ശ്ലോകം. ആത്മജ ആപ്ത ഗൃഹ വിത്ത ജനേഷു സക്തൈഹി ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മഭിഹി സ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. ആത്മ തൻ്റെ ശരീരത്തോടുള്ള ആസക്തി, ആത്മജ പുത്രന്മാർ, ആപ്തം മിത്രങ്ങൾ, ഗൃഹം വിത്തം ധനം, പിന്നെ തൻ്റെ ജനങ്ങൾ, തൻ്റെ ബന്ധുക്കൾ, ഇങ്ങനെയുള്ളവരിൽ
സക്തൈഹി ആസക്തിയുള്ളവർക്ക് ഒരിക്കലും ഭഗവാന് ലഭിക്കുകയില്ല. അതാണ് ഭഗവാൻ ദുഷ്പ്രാപണനാണ്. അങ്ങനെയുള്ളവരാൽ ദുഷ്പ്രാപ്യനായും അതേസമയം ഗുണസംഗവിവർജിതായ ഗുണകാര്യങ്ങളായ ഈ ദേഹാദികളിൽ ഒരാസക്തിയും ഇല്ലാതിരിക്കുകയും അങ്ങനെയുള്ള മുക്ത ആത്മഭിഹി എല്ലാ ആസക്തിയും വിട്ട മനസ്സോടുകൂടിയ ജീവൻ മുക്തന്മാരാൽ അവരുടെ ഹൃദയത്തിൽ സ്വഹൃദയെ പരിഭാവിതായ അങ്ങനെയുള്ളവർക്കേ ഭഗവാനെ നിരന്തരം സ്മരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ജ്ഞാനാത്മനെ ജ്ഞാനസ്വരൂപനായും ഈശ്വരനായും വർത്തിക്കുന്ന ഭഗവതേ നമഃ. അങ്ങേക്കായി കൊണ്ട് നമസ്കാരം. 19-ാമത്തെ ശ്ലോകം. യം ധർമ്മകാമാർത്ഥ വിമുക്തികാമ ഭജന്ത ഇഷ്ടാം ഗതിം ആപ്നുവന്തി കിം തു ആശിഷോരാതി അപി ദേഹമവ്യയം കരോതു മേ അദഭ്രദയോ വിമോക്ഷണം. ധർമ്മകാമ അർത്ഥ വിമുക്തികാമാഹ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ ആഗ്രഹിക്കുന്നവൻ യം ഭജന്തഃ യാതൊരുവനെ ഭജിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടാംഗത്യം ഇച്ഛിക്കപ്പെട്ട ആ സാഫല്യത്തെ ആപ്നുവന്തി പ്രാപിക്കുന്നുവോ. കിംതു അതിനും പുറമേ യാതൊരു ഭഗവാൻ ആശിഷഃ അവരുടെ മറ്റുള്ള അഭീഷ്ടങ്ങളെയും അവ്യയം ദേഹമപി ഒരിക്കലും നശിക്കാത്ത ദിവ്യ ശരീരത്തെയും രാത്തി അവർക്ക് കൊടുക്കുന്നുവോ. അങ്ങനെയുള്ള അദഭ്രദയ ആ മഹാകാരുണികൻ മേ വിമോക്ഷണം കരോതു എനിക്കും മോചനം ഉണ്ടാക്കിത്തരേണമേ. 20-21 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. ഏകാന്തിനോ യസ്യ ന കഞ്ചനാർത്ഥം വാഞ്ചന്തി യേ വൈ ഭഗവത് പ്രപന്നാഹ അത്യദ്ഭുതം തച്ചരിതം സുമംഗലം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഹ. 21 തം അക്ഷരം ബ്രഹ്മപരം പരേശം അവ്യക്തം ആധ്യാത്മിക യോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മം ഇവ അതിദൂരം അനന്തമാദ്യം പരിപൂർണമീടേ. ഭഗവത് പ്രപന്നാഹ ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞ യേ വൈ ആരൊക്കെയാണോ യസ്യ ഏകാന്തിനഃ യാതൊരു ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാർ കഞ്ചന അർത്ഥം ന വാഞ്ചന്തി ഒരു തരത്തിലുള്ള പുരുഷാർത്ഥത്തെയും എന്തിന് മോക്ഷത്തെ പോലും ആഗ്രഹിക്കുന്നില്ലയോ അവർ പിന്നെ എന്താണ് ചെയ്യുക. അത്യദ്ഭുതം സുമംഗലം തച്ചരിതം ഗായന്തഃ അത്യന്തം അദ്ഭുതകരവും ശുഭാവഹവുമായ ഭഗവത് കഥയെ ഗാനം ചെയ്തുകൊണ്ട് അവർ ആനന്ദ സമുദ്രമഗ്നാഹ ആനന്ദസാഗരത്തിൽ മുഴുകിയിരിക്കുന്നുവോ. തം അങ്ങനെയുള്ളവനെ അക്ഷരം ഒരിക്കലും നശിക്കാത്തവനായി ബ്രഹ്മ സർവവ്യാപിയായി പരം സർവശ്രേഷ്ഠനായി പരേശം ബ്രഹ്മാദികളുടെയും നിയന്താവായി അവ്യക്തം അസ്പഷ്ടരൂപനാണെങ്കിലും ആധ്യാത്മിക യോഗഗമ്യം ഭക്തിജ്ഞാനയോഗങ്ങളാൽ സംപ്രാപ്യനായി അതീന്ദ്രിയം ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതീതനായി അതിദൂരം സൂക്ഷ്മം ഇവ ചിലപ്പോൾ തോന്നും ഭഗവാൻ എത്രയോ അകലെയാണ് നമുക്ക് കാണാനേ കഴിയില്ല എന്ന്. ഇങ്ങനെ അനന്തം അപരിച്ഛിന്നനായി ആർക്കും കാണാൻ സാധിക്കാത്തവനായി ആദിയിൽ ഉള്ള പരിപൂർണനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ഈടെ സ്തുതിക്കുന്നു. ഇനി 3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ ആ പരിപൂർണ ഭാവത്തെ പറയുന്നു. യസ്യ ബ്രഹ്മാദയോ ദേവ വേദാ ലോകാഹ ചരാചരാഹ നാമരൂപ വിഭേദേന കൽവ്യാ ച കലയാ കൃതാഹ യഥാ അർച്ചിഷോ അഗ്നേഃ സവിതുഃ ഗഭസ്തയോ നിർയാന്തി സംയാന്തി അസകൃത് സ്വരോചുഷഃ തഥാ യതോയം ഗുണസംപ്രവാഹോ ബുദ്ധിർമനഃഖാനി ശരീരസർഗാ സ വൈ ന ദേവാസുരമർത്യതിര്യൻ ന സ്ത്രീ ന ഷണ്ഡോ ന പുമാൻ ന ജന്തു നായം ഗുണഃ കർമ്മ ന സത് ന ച ആസൻ നിഷേധശേഷോ ജയതാത് അശേഷഃ. ബ്രഹ്മാദയഃ ദേവാഃ വേദാഃ ചരാചരാഃ ബ്രഹ്മാദികളായ ദേവന്മാരും വേദങ്ങളും സ്ഥാവര ജംഗമങ്ങളുമായിട്ടുള്ള ഈ ലോകാഹ ദൃശ്യപ്രപഞ്ചങ്ങളും യസ്യ ഫൽഗ്യ യാതൊരുവന്റെ സ്വൽപ്പമായ കലയ അംശത്താൽ
നാമരൂപ വിഭേദേന കൃതാഹ, നാമരൂപങ്ങളുടെ വ്യത്യാസത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവയാകുന്നുവോ, യഥാ അഗ്നേഹെ, എപ്രകാരമാണോ അഗ്നിയിൽ നിന്ന് ജ്വാലകളും, സവിതുഹു ഗഭസ്തയഃ, സൂര്യനിൽ നിന്ന് കിരണങ്ങളും, അസകൃത് നിര്യാന്തി, തുടരെ പുറപ്പെടുകയും പിന്നീട് അതിലേക്ക് തിരിച്ച് സംയാന്തി, അവയിലേക്ക് ലയിക്കുകയും ചെയ്യുന്നത്, ഇതേപോലെ തഥാ സ്വരോചിഷഃ, സ്വയം പ്രകാശിക്കുന്ന ഈ ഭഗവാനിൽ നിന്ന് യതഃ അയം ഗുണ സംപ്രവാഹഃ, സത്വാദി ഗുണങ്ങളുടെ പ്രവാഹരൂപമായ ബുദ്ധി മനഃ ഖാനി, ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും പിന്നെ ശരീരസർഗാഹ, ശരീരങ്ങളുടെ സൃഷ്ടികൾ, ഇവയൊക്കെ ഏതിൽ നിന്ന് ഉദ്ഭവിച്ചു പിന്നെ തിരിച്ചു വീണ്ടും ഏതിലേക്കാണോ ലയിക്കുന്നത്, സഹവൈ, ആ ഈശ്വരനാകട്ടെ, ദേവ അസുര മർത്യതിര്യ ന, ഈശ്വരൻ ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ അല്ല, ന സ്ത്രീ ന പുമാൻ ന ഷണ്ഡഃ ന ജന്തുഹു, സ്ത്രീയല്ല, പുരുഷനല്ല, നപുംസകമല്ല, ഒരു ജീവിയല്ല, ഗുണഹന, ഗുണപരിണാമവും അല്ല, കർമ്മന, കർമ്മമല്ല, സത്ത് അസത്ത് ചന, സത്തായതോ അസത്തായതോ അല്ല, നിഷേധശേഷ, ഇങ്ങനെ എല്ലാം നിഷേധിച്ചാൽ ഏറ്റവും അവസാനം അവശേഷിക്കുന്ന അശേഷ, എല്ലാമായിരിക്കുന്ന അയം ജയതാത്, ഈ ഭഗവാൻ ജയിക്കട്ടെ. 25-ാമത്തെ ശ്ലോകം. ജിജീവിഷേന അഹം ഇഹ അമുയാ കിം അന്തർബഹിഃ ച ആവൃതയാ ഇഭയോന്യ ഇച്ഛാമി കാലേന ന യസ്യ വിപ്ലവഃ തസ്യ ആത്മലോകാവരണസ്യ മോക്ഷം. അഹം, ഞാൻ ഈ മായാലോകത്ത്, ഇഹ ന ജിജീവിഷേ, ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അന്തഃ ബഹിഃ ച, എൻ്റെ അകത്തും പുറത്തും അജ്ഞാനം കൊണ്ടുള്ള ആവരണമാണ്, അങ്ങനെ ആവരണം ചെയ്യപ്പെട്ട അമുയാ ഇഭയോന്യ, ഈ ഒരു ഗജശരീരം കൊണ്ട് കിം, എന്ത് കാര്യം, ഇത് കാലത്തിന്റെ ഒഴുക്കിൽ നശിച്ചു പോകുന്നതാണ്. എന്നാൽ യസ്യ, യാതൊരു പരമാത്മാവ് അല്ലെങ്കിൽ ജീവാത്മാവിന്, കാലേന വിപ്ലവഹന, കാലത്താൽ നാശമുണ്ടാവുകയില്ലയോ, തസ്യ ആത്മലോക, അങ്ങനെയുള്ള ആത്മപ്രകാശത്തെ മറയ്ക്കുന്ന, ആവരണസ്യ, ആവരണമായ അജ്ഞാനത്തിൽ നിന്നുള്ള മോക്ഷം, മോചനം, അഹം ഇച്ഛാമി, ഞാൻ ആഗ്രഹിക്കുന്നു. 26. സോഹം വിശ്വസൃജം വിശ്വം അവിശ്വം വിശ്വവേദസം വിശ്വാത്മാനം അജം ബ്രഹ്മ പ്രണതോസ്മി പരം പദം. ഇങ്ങനെയുള്ള ഞാൻ, സഹ അഹം, വിശ്വസൃജം, ഈ വിശ്വത്തെ സൃഷ്ടിച്ചവനും അതേസമയം ഈ വിശ്വം തന്നെ ആയിരിക്കുന്നവനും, എന്നാൽ അവിശ്വം, ഈ വിശ്വത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നവനും, വിശ്വവേദസം, ഈ വിശ്വത്തെ ഒരു ഉപകരണമാക്കിയിരിക്കുന്നവനും, വിശ്വാത്മാനം, ഈ വിശ്വത്തിന് ചൈതന്യം കൊടുക്കുന്ന ആത്മസ്വരൂപനും, എന്നാൽ ഭഗവാനായിട്ടൊരു ജന്മമില്ല, അജം, പരം പദം, പരമപദമായിട്ടുള്ള ആ ബ്രഹ്മസ്വരൂപനെ പ്രണതോസ്മി, ഞാൻ നമസ്കരിക്കുന്നു. 27-ാമത്തെ ശ്ലോകം. യോഗരന്ധിത കർമാണോ ഹൃദി യോഗ വിഭാവിതേ യോഗിനോ യം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. യോഗരന്ധിത കർമാണഃ, ഭക്തിയോഗത്താൽ നശിപ്പിക്കപ്പെട്ട കർമ്മവാസനയോടുകൂടിയ, പിന്നീട് അഷ്ടാംഗയോഗ സാധനകൾ കൊണ്ട് യോഗവിഭാവിതേ, യോഗിനഃ യോഗവിഭാവിതേ, സമാധി യോഗം കൊണ്ട് ഏകാഗ്രമാക്കപ്പെട്ട ഹൃദി, ആ ഹൃദയത്തിൽ യം പ്രപശ്യന്തി, യാതൊരു ഭഗവാനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുമോ, തം യോഗേശം, ആ യോഗേശ്വരനെ, അഹം നതോസ്മി, ഞാൻ നമസ്കരിക്കുന്നു. 28-ാമത്തെ ശ്ലോകം. നമോ നമസ്തുഭ്യം അസഹ്യവേഗ ശക്തിത്രയായ അഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതിന്ദ്രിയാണാം അനവാപ്യവത്മനെ. അസഹ്യവേഗ ശക്തിത്രയായ, 3 തരം ശക്തികളുടെ കേന്ദ്രമായിരിക്കുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇവയൊക്കെ ആരുടെ വിഭൂതികളാണോ ആ ഭഗവാൻ, അഖിലധീഗുണായ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാവുന്നവയിലൊക്കെ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും.
ഇങ്ങനെ ഒരു പ്രതീതി ഉള്ളിൽ വളർത്തിയെടുത്തിട്ട് തദീന്ദ്രിയാണാം വിഷയേച്ഛ കൊണ്ട് ദുഷിച്ച ഇന്ദ്രിയങ്ങൾക്ക് അനവാപ്യവത്മനെ അപ്രാപ്യമായ മാർഗത്തോടുകൂടിയവനും ദുരന്തശക്തയെ അറ്റമില്ലാത്ത ശക്തിയോടുകൂടിയവനും പ്രപന്നപാലായ ശരണാഗത രക്ഷകനുമായ തുഭ്യം നമോ നമഃ. അങ്ങേക്കായിക്കൊണ്ട് അനേക നമസ്കാരം. 29-ാമത്തെ ശ്ലോകം. ന അയം വേദ സ്വം ആത്മാനം യച്ഛക്ത്യാ അഹം ധിയാ ഹതം തം ദുരത്യയ മഹാത്മ്യം ഭഗവന്തം ഇതഃ അസ്മി അഹം. യച്ഛക്തിയ ആരുടെ മായാശക്തിയാൽ ഉണ്ടായ അഹം ധിയ അഹംബുദ്ധിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഹതം സ്വം ആത്മാനം തൻ്റെ ആത്മാവിനെ അയം ഈ ലോകത്തിലുള്ളവർ നവേദ അറിയുന്നില്ലയോ തം അങ്ങനെയുള്ള ദുരത്യയ മാഹാത്മ്യം കടക്കാൻ പ്രയാസമുള്ള മായാവൈഭവത്തോടുകൂടിയ ആ ഭഗവന്തം ഭഗവാനെ അഹം ഇതോസ്മി ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള ഗജേന്ദ്രസ്തുതി കേട്ടിട്ട് മറ്റുള്ള ദേവതമാർ എത്തിയില്ല. കാരണം ഇവിടെ എല്ലാവരുടെയും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെയാണ് സ്തുതിച്ചത്. അതുകൊണ്ട് ബ്രഹ്മാദികൾ എത്തിയില്ല. എന്നാൽ ശ്രീഹരി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ശുകബ്രഹ്മർഷി പറയുന്നു. 30-ാമത്തെ ശ്ലോകം. ഏവം ഗജേന്ദ്രം ഉപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധ ലിംഗഭിദാഭിമാനാഃ നൈതേ യദോപസസൃഷുഃ നിഖിലാത്മകത്വാത് തത്ര അഖില അമരമയോ ഹരിഹി ആവിരാസീത്. ബ്രഹ്മാദയഃ വിവിധ ലിംഗഭിദാഭിമാനാഃ ബ്രഹ്മാദിദേവന്മാർ അവരെ മാത്രമായിട്ട് സ്തുതിച്ചാൽ മാത്രം വരുന്നവരാണ്. അതുകൊണ്ട് ഇവർ ഏവം ഉപവർണിത നിർവിശേഷം ഒരു പ്രത്യേക മൂർത്തി വിശേഷത്തെ വാഴ്ത്തിയില്ല എന്നതിനാൽ ഗജേന്ദ്രം ന ഉപസസൃഷുഹു ഗജേന്ദ്രനെ രക്ഷിക്കുവാൻ അവിടെ വന്നില്ല. അപ്പോൾ നിഖില ആത്മകത്വാത് എല്ലാവരിലും അന്തര്യാമിയായിരിക്കുകയാൽ അഖില അമരമയഃ സർവദേവസ്വരൂപനായി വിളങ്ങുന്ന ഹരിഹി ഭഗവാൻ ശ്രീഹരി തത്ര ആവിരാസീത് അവിടെ പ്രാദുർഭവിച്ചു. 31-ാമത്തെ ശ്ലോകം. തം തതുവത് ആർത്തം ഉപലഭ്യ ജഗന്നിവാസഃ സ്തോത്രം നിശമ്യ ദിവിജൈഃ സഹ സംസ്തുവദ്ഭിഃ ഛന്ദോമയേന ഗരുഡേന സമുഹ്യമാന ചക്രായുധ അഭ്യഗമത് ആശു യതോ ഗജേന്ദ്രഃ. ജഗന്നിവാസഃ ഈ ജഗത്തിലുള്ളവർക്കെല്ലാം ആധാരഭൂതനായ ആ ഭഗവാൻ തം ആ ഗജേന്ദ്രനെ അത്രയും ആർത്തം തതുവത് ആർത്തം ഒരു ഗതിയുമില്ലാതെ ആപദ്ഗ്രസ്തനാണ് എന്ന് ഉപലഭ്യ അറിഞ്ഞിട്ട് ഈ സ്തോത്രം നിശമ്യ സ്തുതിയെ കേൾക്കുകയും ചെയ്തിട്ട് സംസ്തുവദ്ഭിഹി തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ദിവിജൈഹി ദേവന്മാരോട് ദേവന്മാരോടുകൂടെ ഛന്ദോമയേന ഗരുഡേന വേദമൂർത്തിയായ ഗരുഡനാൽ സമുഹ്യമാനഃ വഹിക്കപ്പെട്ടുകൊണ്ട് ചക്രായുധഃ ചക്രായുധധരനായി യതഃ എവിടെയാണോ ഗജേന്ദ്രഃ ഗജേന്ദ്രനുള്ളത് അവിടേക്ക് ആശു അഭ്യഗമത് വളരെ പെട്ടെന്ന് വന്നു ചേർന്നു. 32-ാമത്തെ ശ്ലോകം. സഹ അന്തഃ സരസി ഉരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഗരുത്മതി ഹരിം ഖ ഉപാത്ത ചക്രം ഉത്ക്ഷിപ്യ സാംബുജകരം ഗിരം ആഹ കൃച്ഛ്രാത് നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. അന്തസ്സരസി ആ തടാകത്തിന്റെ ഉള്ളിൽ ഉരുബലേന അതിബലവാനായ നക്രത്താൽ ഗൃഹീതഃ പിടിക്കപ്പെട്ട് ആർത്തഃ വിവശനായി തീർന്ന സഹ ആ ഗജശ്രേഷ്ഠൻ ഖേ ആകാശത്തിൽ ഗരുത്മതി ഗരുഡന്റെ പുറത്ത് ഉപാത്ത ചക്രം ചക്രായുധം കയ്യിലേന്തി അവിടെ ഇരിക്കുന്ന ഹരിം ദൃഷ്ട്വ ആ ഭഗവാനെ കണ്ടിട്ട് തൻ്റെ തുമ്പിക്കൈ കൊണ്ടൊരു അംബുജമെടുത്ത് സ അംബുജകരം ചെന്താമരപ്പൂവേന്തിയ തുമ്പിക്കരത്തെ ഉക്ഷിപ്യ പൊക്കിപ്പിടിച്ചുകൊണ്ട് കൃച്ഛ്രാത് അത്യധികം ദയനീയതയോടെ ഗിരം ആഹ ഇങ്ങനെ വിളിച്ചു. ഹേ ഭഗവൻ അഖിലഗുരോ
സർവജഗത്തിനും ഗുരുവായിരിക്കുന്നല്ലയോ നാരായണ തേ നമഃ, അങ്ങേക്ക് നമസ്കാരം. 33-ാമത്തെ ശ്ലോകം. തം വീക്ഷ്യ പീഡിതമജഃ സഹസാ അവതീര്യ സഗ്രാഹം ആശു സരസഃ കൃപയാ ഉജ്ജഹാര ഗ്രാഹാത് വിപാടിത മുഖാത് അരിണാ ഗജേന്ദ്രം സംപശ്യതാം ഹരിഹി അമൂമുചത് ഉശ്രിയാണാം. അജഹ, ജന്മരഹിതനായ ഭഗവാൻ, പീഡിതം തം വീക്ഷ്യ, കഷ്ടത്തിലകപ്പെട്ട അവനെ കണ്ട്, കൃപയാ, കരുണയോടെ, സഹസ, പെട്ടെന്ന്, ആ ഗരുഡന്റെ പുറത്ത് നിന്ന് അവതീര്യ, താഴെ ഇറങ്ങി, സരസഹ, തടാകത്തിൽ നിന്ന്, ആശു, വളരെ പെട്ടെന്ന്, സ ഗ്രാഹം, മുതലയോടുകൂടി അവനെ ഉജ്ജഹാര, കരയിലേക്ക് കൊണ്ടുവന്നു. അതേസമയം ഉശ്രിയാണാം സംപശ്യതാം, ദേവന്മാരെല്ലാം നോക്കി നിൽക്കെ ആദ്യം ഈ നക്രത്തെ സുദർശന ചക്രം കൊണ്ട് അവനെ അരിഞ്ഞു വീഴ്ത്തി. അരിണ, തന്റെ ചക്രത്താൽ, വിപാടിതം, പിളർക്കപ്പെട്ട മുഖാത്, മുഖത്തോടുകൂടിയ ആ നക്രത്തിന്റെ മുഖത്തെയാണ് ഭഗവാൻ പിളർന്നു കളഞ്ഞത്. അപ്പോൾ മാത്രമാണ് ഗജേന്ദ്രന് തന്റെ കാലിങ്ങോട്ട് വിടുവിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഗ്രാഹാത്ത്, നക്രത്തിൽ നിന്ന് ഗജേന്ദ്രം അമൂമുചത്, ഗജേന്ദ്രനെ മോചിപ്പിച്ചു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഗജേന്ദ്ര മോക്ഷത്തിന്റെ ഒരു തുടക്കത്തിലെ പ്രതീകാത്മകമായ തത്വം എന്താണ് എന്ന് കണ്ടു. അപ്പൊ നമ്മളൊക്കെ നമ്മെ വിസ്മരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മെ മറ്റെന്തൊക്കെയോ ആക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ആത്മവിസ്മരണം നമുക്ക് ഒരുപാട് ദുഃഖത്തെ ഉണ്ടാക്കി തരുന്നു. എന്നാൽ ഏതൊക്കെയോ ജന്മത്തിൽ നമ്മൾ ഭഗവാനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാ വാസനകളും ഒത്തുകൂടിയിട്ട് മറ്റൊരു ജന്മത്തിൽ അത് കൂടുതൽ ഈശ്വര വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരനെ കൂടുതൽ അറിയണം എന്ന ചിന്തയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ ഒരു ചിന്ത വരുന്നതിനെയാണ് ഇവിടെ ഗജേന്ദ്ര സ്തുതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ലോകത്തിലുള്ള നശ്വരതകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. ഇവിടെ വിവേകം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഈശ്വര സ്മരണ ഉണ്ടാകുന്നത്. വിവേകത്തെയാണ് സുദർശന ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ സ്തുതിച്ച സമയത്ത് ഭഗവാൻ ഛന്ദോരൂപിയായ, വേദരൂപിയായ ഗരുഡനിൽ ഇരുന്നാണ് വന്നത്. എന്ന് വെച്ചാൽ ശാസ്ത്രത്തിന്റെ സഹായത്താലാണ് നമുക്ക് ഈ വിവേകം ഉണ്ടാവുക. അതിനാണ് ഈശ്വര വിശ്വാസം മാത്രം പോരാ. നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കുറെ ആചാര അനുഷ്ഠാനങ്ങളുടെ ചില രീതികൾ മാത്രമാണ്. എന്നാൽ അതുമാത്രം പോരാ. നമ്മൾ ഇങ്ങനെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിൻ്റെ തത്വമറിഞ്ഞ് പഠിക്കണം. ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, ഭാഗവതം, ഇങ്ങനെ എല്ലാം അതിൻ്റെ കഥയ്ക്കപ്പുറത്തുള്ള തത്വങ്ങൾ, ഉപദേശങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഈ ഒരു വിവേകം ഉണ്ടാവുക. വിവേകത്താൽ അഥവാ സുദർശനം, സമ്യക്കായിട്ട് നമുക്ക് ഈ ലോകത്തെ പിന്നെ കാണാൻ സാധിക്കും. നമ്മുടെ കാഴ്ചപ്പാട് മാറും. അതാണ് സുദർശനം. ഇങ്ങനെ ഒരു സുദർശനത്താലാണ് ഈ അജ്ഞാനം നീങ്ങിപ്പോകുന്നത്. അതാണ് സുദർശനം കൊണ്ട് ആ നക്രത്തിന്റെ മുഖം പിളർത്തി. അപ്പോൾ ഈ വിവേക ബുദ്ധി നമ്മിൽ ഉണ്ടാകുമ്പോൾ നമ്മെ പിടികൂടിയിരിക്കുന്ന അജ്ഞാനം തനിയെ നമ്മളെ വിട്ടുപോകും. ഒരു മുറിയിൽ, ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ലൈറ്റ് ഇടേണ്ട താമസം, ആ ഇരുട്ട് എങ്ങനെ മാറിപ്പോകുമോ ഇതേപോലെ നമ്മുടെ ഉള്ളിലെ സമ്യക് ദർശനം, സുദർശനം കൊണ്ട് ഈ മായയുടെ ഒരു അജ്ഞാനം, ഈ ലോകത്തുള്ളതെല്ലാം ശാശ്വതമാണ് എന്ന ഭ്രമം ഇല്ലാതെയാകുന്നു. അതിനായിട്ട് ഗരുഡന്റെ പുറത്തേറിയ മഹാവിഷ്ണു എന്നതുപോലെ നമ്മൾ ശാസ്ത്രഗ്രന്ഥങ്ങൾ നന്നായി പഠിക്കണം, അത് മനനം ചെയ്യണം, എന്നിട്ട് നല്ല കാഴ്ചപ്പാട് ഉണ്ടാക്കണം. ഇങ്ങനെയാണ് നമുക്ക് ആധ്യാത്മികതയിൽ ഉയരാൻ സാധിക്കുന്നത് എന്ന ഒരു അറിവോടുകൂടെയാണ് ഈ ഗജേന്ദ്രമോക്ഷത്തിന്റെ 3-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ ഗജേന്ദ്രമോക്ഷണേ 3-യോ അധ്യായഃ.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.